നിങ്ങൾക്ക് അതിലൂടെ ഒന്നും നഷ്ടപ്പെടാനില്ല, പക്ഷെ ഞങ്ങൾക്ക് അതൊരു വലിയ പ്രോത്സാഹനമായിരിക്കും. അങ്ങനെ ഞാനും ഫ്രീ ഫയർ എന്ന ഗെയിം ഇൻസ്റ്റാൾ ചെയ്തു. പക്ഷെ ഇതിനകത്ത് ഒരു കളക്ഷൻ പോലും ഇല്ല. നല്ല ഡ്രസ്സോ ബാഗിന്റെ സ്കിന്നോ ഒരു ഗൺ സ്കിന്ന് പോലും നല്ലതായിട്ടില്ല. അതുകൊണ്ട് തന്നെ ആരും എന്നെ കളിക്കാൻ വരെ കയറ്റുന്നില്ല. ആകെ ഒരു അക്കൗണ്ടിനകത്തുള്ളത് ഫ്രീ ആയിട്ട് കിട്ടിയ ഒരു MB40 സ്കിന്ന് മാത്രം. ഒറ്റൊരു ഇമോട്ട് വരെ ഈ അക്കൗണ്ടിനകത്തില്ല. അതല്ലാതെ എനിക്ക് ഫ്രീ ഫയറിന് കിട്ടിയത് നല്ല കുറച്ച് ഫ്രണ്ട്സിനെയാണ്. പക്ഷെ അവന്മാരൊക്കെ എല്ലാം പൈസക്കാരാ. അവരൊക്കെ ടോപ്പ് അപ്പ് ചെയ്ത് എല്ലാ ഡ്രസ്സും അതേപോലെ ഗൺ സ്കിന്നും കാര്യങ്ങളൊക്കെ എടുക്കുന്നവരാ. എന്നെ കളിക്കാൻ കൂട്ടുമോന്ന് വരെ അറിയത്തില്ല. എന്തായാലും അവരൊക്കെ ഓൺലൈനിലുണ്ട്. ജസ്റ്റ് ഒന്ന് ജോയിൻ റിക്വസ്റ്റ് ഇട്ട് നോക്കാം. ചിലപ്പോ ആരെങ്കിലും കയറ്റിയാലോ. ഓ, എന്നെ വലിയൊരു ടീം തന്നെ കയറ്റിയാലോ. എന്റെ മോനെ ഡ്രാഗോയൊക്കെ ഇമോട്ട്, MB40 ഇമോട്ട്. ഇവരൊക്കെ വലിയ റിച്ച് ആണെന്ന് തോന്നുന്നു. ചേട്ടന്മാരെ എനിക്കൊരു അലോക്ക് തരുമോ? ഞാനൊരു പാവമാണ്. എടാ മാസ്റ്ററെ, നീ ഡ്രാഗോയൊക്കെ മാക്സ് ആക്കുന്നില്ലടാ. നമ്മളൊക്കെ മാക്സ് ആക്കി, നീ കൂടെ മാക്സ് ആക്കാനുള്ളൂ. നീ മാക്സ് ആക്ക് പെട്ടെന്ന്. ഡയമണ്ടിലേക്ക് പറ, ഞാൻ സെറ്റാക്കി തരാം ഡയമണ്ട്. ആടാ മാക്സ് ആക്കണം. ഞാൻ ഈ ആഴ്ചക്കുള്ളിൽ തന്നെ എന്തായാലും മാക്സ് ആക്കും. ഞാനൊരു 4000 ടോപ്പ് അപ്പ് ഒരു ചെക്കനോട് പറഞ്ഞിട്ടുണ്ട്. അവനിനി ക്യാഷ് കൊടുത്താൽ മതി, അവൻ ചെയ്തു തരും. ആടാ എന്നാ പെട്ടെന്ന് നീ മാക്സ് ആക്ക്, എന്നിട്ട് നമുക്ക് പൊളിക്കാം. എടാ ഈ നൂബിനൊക്കെ ആരാടാ ഇങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്തേ? എടാ ഇൻവൈറ്റ് ചെയ്തല്ലടാ, അവൻ ഇങ്ങോട്ട് ജോയിൻ റിക്വസ്റ്റ് ഇട്ടപ്പോ അറിയാതെ കൈ തട്ടി കേറ്റി പോയതാ. അയ്യോ ചേട്ടന്മാരെ, എന്നെ കിക്ക് ചെയ്യല്ലേ. ഒരു കളിയെങ്കിലും എന്നെ നിങ്ങളുടെ കൂടെ കളിക്കാനൊന്ന് കൂട്ടുവോ? എനിക്കൊരു അലോക്ക് അയച്ചു തരുമോ? നിങ്ങളുടെ കയ്യിലൊക്കെ ഒരുപാട് ഡയമണ്ടും പൈസയൊക്കെ ഇല്ലേ? ഒരു അലോക്കെങ്കിലും എനിക്ക് അയച്ചു തരുമോ പ്ലീസ്? എടാ നൂബെ, നീ ഇപ്പൊ ഫ്രീ ഫയർ ഇൻസ്റ്റാൾ ചെയ്ത് കളിക്കാൻ തുടങ്ങിയതല്ലേ ഉള്ളൂ. നീ കുറച്ച് കളിക്കാനൊക്കെ പഠിക്ക ആദ്യം, എന്നിട്ട് അലോക്കൊക്കെ എടുക്കാം. നീ ആദ്യം കുറച്ച് കളിക്കാൻ പഠിക്ക്. അല്ലാതെ ഇപ്പോഴേ നീ അലോക്ക് ചോദിച്ചുകൊണ്ട് നടക്കാതെ. മലയാളികളുടെ അഭിമാനം കളയാൻ വേണ്ടി ഓരോരുത്തർ വന്നോളൂ. എടാ മാസ്റ്റർ, ഈ നൂബിനൊക്കെ അങ്ങ് കിക്ക് ചെയ്ത് കളഞ്ഞ് നല്ല പ്ലേയേഴ്സിനെ വിളിക്കടാ. നമുക്ക് റീജിയണിൽ കയറണ്ടേ? ഓ, എന്നെ ഇവര് കിക്ക് ചെയ്തല്ലോ. എന്തൊരു അഹങ്കാരമാണ് ഇവർക്കൊക്കെ. ഒന്നുകൂടി ഒന്ന് റിക്വസ്റ്റ് ഇട്ട് നോക്കാം. എനിക്ക് ഒരു കളിയെങ്കിലും ഇവരുടെ കൂടെ കളിക്കണം. ഹലോ ചേട്ടന്മാരെ, എന്നെ കിക്ക് ചെയ്യല്ലേ. എന്റെ കൂടെ ഒരു കളിയെങ്കിലും കളിക്കുവോ? എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് വലിയ വലിയ പ്ലേയേഴ്സിന്റെ കൂടെ ഒക്കെ കളിക്കാൻ. പ്ലീസ് ചേട്ടന്മാരെ, എനിക്ക് അലോക്കൊന്നും തരണ്ട. ഒരു കളിയെങ്കിലും എന്റെ കൂടെ കളിക്കുവോ? എടാ എന്തായാലും ഇവൻ ഇത്രയും കരഞ്ഞു പറഞ്ഞതല്ലേ, ഒരു കളിയെങ്കിലും ഇവന്റെ കൂടെ ഒന്ന് കളിച്ചേക്കാം. നീ ഒരു നോർമൽ ക്ലാഷ് കോഡ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യ്. എടാ ഒരു മിനിറ്റ്, ഒന്ന് ഡ്രസ്സ് മാറ്റട്ടെ. ആടാ എന്നാ പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യ്. എടാ നൂബെ, നീ മര്യാദക്ക് കളിച്ചോണം, അല്ലെങ്കിൽ നിന്നെ ഒരിക്കലും നമ്മൾ കളിക്കാൻ കൂട്ടത്തില്ല. ആ ചേട്ടാ, ഞാൻ നന്നായി കളിക്കും. എടാ നൂബെ, നീ നമ്മുടെ കൂടെ വന്ന് അവരെയൊക്കെ അടിക്കാൻ സപ്പോർട്ട് ചെയ്യണ്ടേ? നീ ഒറ്റയ്ക്ക് പോയിട്ട് എന്തുണ്ടാക്കാനാണ്? ഇപ്പൊ ചാവും. അയ്യോ ചേട്ടന്മാരെ, ഒന്ന് വന്ന് റിവൈവ് ചെയ്യോ? പെട്ടെന്ന് വാ. ആരും ഇല്ല. ഓക്കെ സെറ്റ്. പെട്ടെന്ന് റിവൈവ് ചെയ്. അയ്യോ ചേട്ടന്മാരെ, ഇമോട്ട് ഇട്ട് എന്നെ വെറുപ്പിക്കാനാണോ വന്നത്? എന്നെ ഒന്ന് രക്ഷിച്ചൂടെ പ്ലീസ് ചേട്ടന്മാരെ? എന്നെ ഒന്ന് റിവൈവ് ചെയ്യോ പ്ലീസ്? ഞാൻ കാല് പിടിക്കാം, എന്നെ ഒന്ന് റിവൈവ് ചെയ്യ്. ഒന്ന് പോടാ നൂബെ, നീ ഉണ്ടായിട്ടും വലിയ കാര്യമൊന്നുമില്ല. നീ വെറുതെ എന്തിനാ നമ്മുടെ ഇടയിൽ കയറി ശല്യം ചെയ്യുന്നേ? എടാ വാടാ, നമുക്ക് പോവാം. എടാ നൂബെ, ഒന്ന് റിവൈവ് ചെയ്യടാ, പെട്ടെന്ന് വാ. ആ ചേട്ടാ, ദാ വരണേ. ദേ പോയി. എടാ നൂബെ, പെട്ടെന്ന് റിവൈവ് ചെയ്യടാ. അവരൊക്കെ അങ്ങ് അപ്പുറത്താ, ഞാൻ ക്രോണന്റെ ഉള്ളിൽ തന്നെയാ ഉള്ളത്. നീ പെട്ടെന്ന് റിവൈവ് ചെയ്യ്. ആ ചേട്ടൻ പേടിക്കണ്ട, ഞാൻ ഇപ്പൊ റിവൈവ് ചെയ്യാം. എടാ നീ എന്തുവാടാ ഈ കാണിക്കുന്നേ? ഒന്ന് റിവൈവ് ചെയ്യടാ. എടാ നൂബെ, ഇവൻ എന്തുവാടാ ഈ കാണിക്കുന്നേ? ദേ ഇട്ടിട്ട് പോണ്. ഇവനെ കളിക്കാൻ കൂട്ടി തന്നെ വലിയൊരു മണ്ടത്തരായി പോയി. അയ്യോ ചേട്ടന്മാരെ, സോറി. എന്നെ വഴക്ക് പറയല്ലേ. ഞാൻ കളിക്കാൻ മാക്സിമം നോക്കി, പക്ഷെ എന്നെ കൊണ്ട് പറ്റിയില്ല. എന്നോട് ക്ഷമിക്കണം. എടാ ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ നൂബിനെ കൊണ്ട് കളിക്കാൻ പോകണ്ടെന്ന്. എടാ സോറി എടാ, ഞാൻ വിചാരിച്ചു ഇവനെ റിവൈവ് ചെയ്യാനെങ്കിലും അറിയുമായിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. കുഴപ്പമില്ല, ക്ലാഷ് കോഡല്ലേ കളിച്ചത്, സീനില്ല, വിട്ടുകളാ. ആടാ ശരി. എടാ ഇനി ഇവനെ വെച്ചോണ്ടിരിക്കാതെ നമുക്ക് കിക്ക് ചെയ്ത് കളാ പെട്ടെന്ന്. ഇവനെ അവർ നൂബ് എന്ന് വിളിച്ച് ഒരുപാട് കളിയാക്കി പരിഹസിച്ചു. ആ നിമിഷം മുതൽ അവന്റെ മനസ്സിലൊരു മുന്നിൽ ഒരിക്കൽ എനിക്ക് ജയിച്ചു കാണിക്കണമെന്ന്. പക്ഷെ അവന് നല്ലൊരു ഫോണില്ലാത്തതിന്റെ കാരണത്താൽ അവന് നല്ല രീതിയിൽ കളിക്കാൻ പറ്റിയിരുന്നില്ല. പക്ഷെ ഇപ്പോൾ അവന് നല്ലൊരു ഫോണ് കിട്ടി. അതുകൊണ്ട് തന്നെ അവൻ ആ ഒരു ഫോൺ വെച്ച് ട്രെയിനിങ് ആരംഭിച്ചു. എന്നിട്ട് രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ അവൻ ട്രെയിനിങ് ചെയ്തുകൊണ്ടേയിരുന്നു.
അങ്ങനെ മാസങ്ങൾ കടന്നുപോയി. അവന്റെ കഷ്ടപ്പാടിന് ഫലമായി അവനിപ്പോൾ നല്ലൊരു അക്കൗണ്ട് ഉണ്ട്, നല്ല രീതിയിൽ കളിക്കാനും പഠിച്ചു, അതുപോലെ നല്ലൊരു ഫോണും കിട്ടി. അപ്പോൾ അവനൊരു വാശിയുണ്ടായിരുന്നു, തന്നെ കളിയാക്കിയവരുടെ മുന്നിൽ എനിക്ക് ജയിച്ചു കാണിക്കണമെന്ന്. അവനിപ്പോൾ നല്ലൊരു പ്ലെയർ ആണ്. ഇനി ഞാനൊന്നും പറയുന്നില്ല, നിങ്ങൾ തന്നെ അവന്റെ കളി ഒന്ന് കണ്ടു നോക്ക്. പക്ഷെ എത്ര കളിക്കാൻ പഠിച്ചിട്ടും എത്ര വലിയ പ്ലെയർ ആയിട്ടും അവന്റെ മനസ്സിൽ പ്രതികാരം പോയിട്ടുണ്ടായിരുന്നില്ല. തന്നെ ഗ്രൂപ്പിൽ നിന്ന് കിക്ക് ചെയ്തവരോട് പ്രതികാരം ചെയ്യാൻ അവൻ തീരുമാനിച്ചു. ഹലോ ചേട്ടന്മാരെ, നിങ്ങൾക്ക് എന്നെ ഓർമ്മയുണ്ടോ? ഇല്ലല്ലോ, ആരാടാ നീ? മുൻപൊരിക്കൽ നിങ്ങൾ മൂന്നുപേരും കൂടി എന്നെ നൂബെന്ന് വിളിച്ച് കളിയാക്കിയത് ഓർക്കുന്നുണ്ടോ? എന്നിട്ട് ഒരു ക്ലാഷ് കോഡ് മാച്ചൊക്കെ കളിച്ച സമയത്ത് നിങ്ങൾ എന്നെ കളിക്കാൻ അറിയില്ലെന്ന് പറഞ്ഞ് ഒരുപാട് പരിഹസിച്ചില്ലേ? ആ നൂബാണ് ഞാൻ. ഓ, അവനാണോ നീ? എടാ, നീ ഇപ്പൊ വലിയൊരു പ്രോ പ്ലെയർ ആയല്ലോ. എടാ സോറി എടാ. നിങ്ങളുടെ സോറി ഒന്നും കേൾക്കാനല്ല ഞാനിപ്പോൾ നിങ്ങളെ ഇൻവൈറ്റ് ചെയ്തത്. എന്നെ ഒരിക്കൽ നിങ്ങൾ ഗ്രൂപ്പിൽ വെച്ച് കുറെ പ്രാവശ്യം കിക്ക് ചെയ്തത് ഓർക്കുന്നുണ്ടോ? ആ നിമിഷം തൊട്ട് എനിക്ക് നിങ്ങളോട് പ്രതികാരമായിരുന്നു. എന്നെങ്കിലും ഒരിക്കൽ നിങ്ങളും എന്റെ ഗ്രൂപ്പിൽ ഇതേപോലെ വരുമെന്ന്. ഈ നിമിഷത്തിന് വേണ്ടിയാണ് ഞാൻ കഴിഞ്ഞ മാസങ്ങളായി കഷ്ടപ്പെട്ടുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ എന്റെ ആഗ്രഹം സഫലമാകാൻ പോകുന്നു. പക്ഷെ ഒരു വ്യത്യാസമുണ്ട്, നിങ്ങൾ മൂന്നുപേരും കൂടി ചേർന്നാ എന്നെ കിക്ക് ചെയ്തത്. ഇപ്പൊ ഞാൻ ഒറ്റയ്ക്ക് നിങ്ങളെ മൂന്നുപേരെയും കൂടി കിക്ക് ചെയ്ത് എന്റെ ഗ്രൂപ്പിൽ നിന്ന് കളയാൻ പോകുന്നു. ഓക്കെ, ബായ്. എടാ, ഞങ്ങളെ ഫ്രണ്ട് ലിസ്റ്റ് നിന്ന് കളയല്ലേടാ. ഒന്ന് പോടാ നൂബേ. അങ്ങനെ അവൻ എന്താണോ ആഗ്രഹിച്ചത് അതവൻ നിറവേറ്റി. ഇതുപോലെ നിങ്ങൾക്കും സാധിക്കുന്നതാണ്.